ഹലോ ഫ്രണ്ട്സ്, ലക്ഷ്മി താര ടാറോ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ഒരു റീയുണൈറ്റ് ചെയ്യാനായി നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു പേഴ്സൺ, അവരെ കുറിച്ചിട്ടുള്ള ഒരു റീഡാണ് എടുത്തിരിക്കുന്നത്. ഒരു 4 കാർഡ് സ്പ്രെഡ്. അപ്പോൾ നമുക്ക് ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മുടെ പാസ്റ്റിൽ എന്തായിരുന്നു, പിന്നെ അവരുടെ റിലേഷൻഷിപ്പ് പ്രസൻറ്റ്, ദെൻ ഈ വ്യക്തി നമ്മളുമായുള്ള റിലേഷൻ, പിന്നെ ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷനിൽ എന്ത് സംഭവിക്കും. 4 കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൽ വീൽ ഓഫ് ഫോർച്യൂണാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിൽ കിട്ടിയിരിക്കുന്നത്. അതായത് ഇത് നമുക്കൊരു ഫേറ്റ്, നമ്മുടെ ഒരു വിധിയായിട്ട് നമുക്ക് നമ്മുടെ ഒരു പഴയ നമ്മുടെ ഒരു മുജ്ജന്മത്തിൽ നിന്നോ അങ്ങനെ ഒരു വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ഫ്രണ്ടായി ലഭിച്ചിരുന്നത്. അങ്ങനെ പാസ്റ്റ്, അങ്ങനെയാണ് ആ വ്യക്തി നമ്മുടെ ലൈഫിൽ വന്നത്. പിന്നെ നമുക്ക് പ്രസൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വ്യക്തിയായിട്ട് വളരെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല, കട്ടായി. നമുക്കുണ്ടായിട്ടുള്ളൊരു ഹൃദയവേദനയാണ് സെക്കൻഡ് കാർഡ് ഒബ്വിയസ്ലി സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ വ്യക്തി പോയതിൽ നമുക്ക് വളരെയധികം മനപ്രയാസവും ദുഃഖവും നമ്മളതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല. ആ ഒരു ഇഷ്യൂ തന്നെയാണ് അത് കാണിക്കുന്നത്. 3ാമത്തെ സ്പ്രെഡ്, ഈ വ്യക്തി നമ്മളുടെ ജീവിതത്തിൽ വളരെ നമ്മൾക്കൊരു കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള, നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്ക് പൂരകമായിട്ട് നമ്മളെ നിന്നിരുന്ന ഒരു അത്രയും ഒരു അടുത്ത ഒരു സുഹൃത്താണ്. നമുക്ക് എന്തൊക്കെയാണോ ലാക്കായിട്ടുള്ളത് അതാണ് അവർ പൂരിപ്പിച്ച് നമുക്ക് തന്നിരുന്നത്. അങ്ങനെ ഒരു കാർഡാണ് ഈ 10 ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത്. വൈകാരികമായി അത്രയും അടുപ്പം ഇപ്പോഴും ഉണ്ട്, അന്നും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു വ്യക്തിയാണ് നമ്മൾക്ക് നഷ്ടപ്പെട്ട് നമുക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തി ഇനി നമ്മളെ ചതിച്ചിട്ട് പോകുമോ, പഴയതുപോലെ ഇത് ആവർത്തിക്കുമോ എന്നൊക്കെയുള്ള ഡൗട്ട്സാണ് നമുക്ക് ഉള്ളത്. പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ഫ്യൂച്ചറിൽ എന്തുണ്ടാവും നോക്കുമ്പോൾ നമുക്ക് സ്റ്റാർ കാർഡ്, ഒരു മേജർ ആർക്കാന കാർഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ പാസ്റ്റ്, ഈ വ്യക്തി അങ്ങനെ നമ്മുടെ ലൈഫിൽ കടന്നു വന്നു എന്നുള്ളത് ഒരു മേജർ ആർക്കാന കാർഡ് തന്നെയായിരുന്നു. ഇനി തിരിച്ചു വന്നിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതും ഒരു മേജർ ആർക്കാന കാർഡ് തന്നെയാണ്. അപ്പോൾ അതൊരു ഡെസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു റിലേഷൻ തന്നെയാണെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഈ വ്യക്തി ഒരു മാനസാന്തരം വന്നിട്ട്, നമ്മളെ അങ്ങനെ സ്നേഹിച്ച ഒരു വ്യക്തിയെ, ഒരു ഫ്രണ്ടിനെ, അങ്ങനെ ഒരു മേറ്റിനെ നമ്മൾ വിഷമിപ്പിച്ചത് ശരിയായില്ല, അങ്ങനെ ഒരു മാനസാന്തരം വന്നിട്ട് അയാൾ തിരിച്ചു വന്നിരിക്കുന്നതാണ്. സോ നമുക്ക് അയാളെ വിശ്വാസത്തിലെടുക്കാം എന്നാണ് കാർഡ് കാണിക്കുന്നത്. അപ്പോൾ